ഹായ് ഗൈസ്, ഇന്ന് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പാസേജാണ് ഫാർ ഫ്രം ദി എർത്ത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് മാച്ച് ദ പാരഗ്രാഫിലെ ഏത് എസൻസ് ആണെന്നുള്ളത്, ഏത് പാരഗ്രാഫിലേക്കാണ് ഇത് പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. അതുകൂടാതെ ഒരു യെസ് ഓർ നോ നോട്ട് ഗിവൻ്റെ ഒരു സെറ്റ് ഉണ്ട്, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് ഏത് പാരഗ്രാഫിലാണ് ഈ ഇൻഫർമേഷൻ ഉള്ളതെന്നുള്ളതിന് നമ്മൾ ആദ്യം ഈ ഒരു ഓപ്ഷൻസ് തന്നെയാണ് നമ്മൾ ആദ്യം വായിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് ദ ഹിസ്റ്ററി ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ജിയോ തെർമൽ പവർ. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററി, ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ഹിസ്റ്ററിയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ വൺ കൺട്രീസ് യൂസ് ഓഫ് ജിയോ തെർമൽ പവർ, ഏതോ ഒരു കൺട്രി ജിയോ തെർമൽ പവർ നന്നായിട്ട് ഉപയോഗിച്ച ഒരു കാര്യം എന്തോ പറയുന്നുണ്ട്. പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ വേരിയസ് എനർജി സോഴ്സസ്, എന്തിൻ്റെയോ കമ്പാരിസൺ അല്ല, വേരിയസ് എനർജി സോഴ്സിൻ്റെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൗ ജിയോ തെർമൽ എനർജി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, എങ്ങനെയാണ് ജിയോ തെർമൽ എനർജി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള പ്രോസസ്സാണെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. കണ്ടീഷൻസ് വിച്ച് പെർമിറ്റ് ആക്സസ് ടു ജിയോ തെർമൽ പവറിലേക്ക് ആക്സസ് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻ, ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോബ്ലംസ് ഓഫ് ജിയോ തെർമൽ എക്സ്പ്ലോറേഷൻ, ജിയോ തെർമൽ പവർ എക്സ്പ്ലോർ ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ഒരു യെസ് നോ നോട്ട് ഗിവൺ ആണ്, അതിപ്പോൾ വായിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഇൻഫർമേഷൻ എവിടെയാണ് മാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ഹിസ്റ്ററി. ഓക്കെ, അത് മനസ്സിൽ വെച്ചിട്ട് നമുക്കിത് വായിക്കാൻ തുടങ്ങാണ്. പാരഗ്രാഫ് എ തൊട്ട് ജിയോ തെർമൽ പവർ റെഫേഴ്സ് ടു ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഹീറ്റ് സോഴ്സസ് ഫൗണ്ട് വെൽ ബിലോ ദി എർത്ത് സർഫേസ്. ഓക്കെ, ഇത് ജിയോ തെർമൽ എനർജി അല്ലെങ്കിൽ ജിയോ തെർമൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. എന്താണെന്നുള്ളതാണ് പറയുന്നത്, എങ്ങനെയാണെന്ന് പറയുന്നില്ല. As is well known, if a hole were to be drilled deep into the earth, extremely hot molten rock would soon be encountered. At depths of 30 to 50 kilometer, temperature exceeding 1000 degrees Celsius prevail. Okay, obviously accessing such temperatures would provide a wonderful source of geothermal power. The problem is such depths are too difficult to access. Drilling down some 30 or more kilometers simply too costly with today's technology. Okay, ഇവിടെ ഇതെങ്ങനെ എങ്ങനെ ഡ്രില്ല് ചെയ്യുന്നു എന്നല്ല, എത്ര മീറ്ററൊക്കെ ഡ്രില്ല് ചെയ്താലാണ് കിട്ടുന്നത്, എത്ര ഡിഗ്രി ടെമ്പറേച്ചറാണ് അവിടെ കാണുന്നതെന്നൊക്കെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മളിവിടെ ഓപ്ഷൻസിൽ വായിച്ചില്ല, ഹിസ്റ്ററി വായിച്ചില്ല, ഒരു കൺട്രിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, കമ്പാരിസൺ ഓഫ് വേരിയസ് എനർജി സോഴ്സസ് മെൻഷൻ ചെയ്തില്ല, ഹൗ ജിയോ തെർമൽ എനർജി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. കണ്ടീഷൻസ് വിച്ച് പെർമിറ്റ് ആക്സസ് ടു ജിയോ തെർമൽ പവർ, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ, ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പ്രോബ്ലംസ് ഓഫ് ജിയോ തെർമൽ എക്സ്പ്ലോറേഷൻ അതും കണ്ടില്ല. അപ്പോൾ എ അല്ല, പോസിബിലിറ്റി ഓഫ് ബിക്കമിങ് എൻ ആൻസർ, അത് പോയി. പിന്നെ അടുത്തത് ബി ആണ്. ഫോർച്ചുനേറ്റ്ലി sufficiently hot temperatures are available at considerable shallow depths. Okay, hot temperature എന്തോ ഭാഗ്യവശാൽ അതിൻ്റെ ജസ്റ്റ് ഷാലോ ഡെപ്സിൽ തന്നെ അവൈലബിൾ ആണ്. ഇൻ certain areas where the Earth's surface has been altered over time through, for example, volcanic activity, temperature exceeding 300 degrees Celsius can be found at depths a mere 1 to 3 kilometer, which can be feasibly accessed. Okay, these particular areas are potentially ideal for the generation of electricity through ജിയോതെർമൽ മീൻസ്. ഓക്കെ, പെർട്ടിക്കുലർ ഏരിയാസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫീസിബിളി ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അതായത് 1 തൊട്ട് 3 കിലോമീറ്റർ വരെ നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ തന്നെ അവിടെ ഫീസിബിളി ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, അതായത് ജിയോതെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തോ അങ്ങനെ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടല്ലോ, ഹിസ്റ്ററി അല്ല, ഒരു കൺട്രിയുടെ യൂസ് അല്ല, കമ്പാരിസൺ അല്ല, ഹൗ ജിയോതെർമൽ എനർജി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, പ്രോസസ്സ് മെൻഷൻ ചെയ്തിട്ടില്ല. കണ്ടീഷൻസ്, ഓക്കെ, കണ്ടീഷൻസ് വിച്ച് പെർമിറ്റ് ആക്സസ്. ഓക്കെ, ഇപ്പം നമ്മൾ വേർഡ് ടു വേർഡ് തന്നെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ അത് മാച്ച് ചെയ്യുവാണെങ്കിലും കണ്ടീഷൻസിന് ഇവിടെ നമുക്ക് ഒത്തിരി സർട്ടൻ ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ കണ്ടീഷൻസ് അവർ പറയുന്നത്, എർത്ത് സർഫസിൻ്റെ 1 തൊട്ട് 3 കിലോമീറ്റർ വരെ താഴേക്ക് കുഴിക്കുമ്പോഴേക്കും അത് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു, ഷാലോ ഡെപ്സിൽ തന്നെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കണ്ടീഷൻസ്. അതുപോലെ ഫീസിബിളി ആക്സസ്ഡ്, ഓക്കെ, ഫീസിബിളി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ
ബി ആണ്. പിന്നെ അടുത്തത് സി. It is possible to explain geothermal power generation is a steam power system. Okay, steam power system ആണ് that utilizes the earth itself as a boiler. എർത്ത് തന്നെ അതിനെ ഒരു ബോയിലറായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു സ്റ്റീം പവർ സിസ്റ്റം ആയിട്ടാണ് അത് മെൻഷൻ ചെയ്യുന്നത്. Okay. When water is sent down to the depths of 1 to 3 kilometers, it returns to the surface as steam that is capable of generating electricity. Okay, അപ്പോൾ ജിയോതെർമൽ പവർ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ണിലേക്ക്, അതായത് മണ്ണെന്ന് പറഞ്ഞാൽ എർത്ത് കുഴിച്ചിട്ട് അതിൻ്റെ ആ ഹോളിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന സ്റ്റീമാണ്. സ്റ്റീം കൊണ്ടാണ് അവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ദിസ് മാനർ ഹാർഡ്ലി പ്രൊഡ്യൂസസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ്. ഇഫ് ദ സ്റ്റീം ആൻഡ് ഹോട്ട് വാട്ടർ ആർ റൂട്ടഡ് ബാക്ക് underground, the generation of electricity can be permanent in nature. Okay, അപ്പോൾ നമ്മളിവിടെ ഇതെങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മളിവിടെ പറഞ്ഞു ഇവിടെ. ഓക്കെ, ഹൗ ജിയോതെർമൽ എനർജി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് സ്റ്റീം കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലിയർ ആണ്. ഇനി അടുത്തത് ഡി ആണ്. ഡിയിൽ furthermore, geothermal power can produce a stable supply of electricity unlike other natural sources such as solar and wind power, which both rely heavily on weather conditions. Okay, ഇവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നതെന്നുള്ളത് ക്ലിയർ ആണ്. കാരണം ജിയോതെർമൽ പവർ നോക്കുമ്പോഴത്തേനും ജിയോതെർമൽ ആയിട്ടുള്ള ഒരു സോഴ്സും ഈ സോളാർ സോഴ്സും വിൻഡ് പവറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് തരുന്നത്. കാരണം എന്താണ്, മറ്റ് രണ്ടെണ്ണം അതായത് സോളാറും വിൻഡും എപ്പോഴും ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് അത്രയും കൺസിസ്റ്റൻ്റ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഓൾറെഡി ഒരു കമ്പാരിസൺ താഴോട്ട് വായിച്ച് നോക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം കമ്പാരിസൺ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷനിൽ നമുക്കിവിടെ കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. ഇത് ഡി ആണ്. പിന്നെ അടുത്തത് ഇ ആണ്. ഓക്കെ, although geothermal power generation appears to be the most attractive option, development has been slow. ഓക്കെ, ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വളരെ സ്ലോ ആണ്. ദ ഫസ്റ്റ് സക്സസ്ഫുൾ അറ്റംപ്റ്റ് ഇൻ ജിയോതെർമൽ പവർ generation was accomplished in Italy in 1904. Power generation in Japan was first started. ഓക്കെ, ഇവിടെ ഓരോരോ കൺട്രി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് സിൻസ് ദാറ്റ് ടൈം കൺട്രീസ് as diverse as Iceland and New Zealand have joined the list of nations making use of this valuable source of energy. Okay, ഇത് ഹിസ്റ്ററിയാണ് പറയുന്നത്. ഇതിൽ നമുക്കറിയാം അത് ഓരോന്ന് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു, എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇ ആണ്. പിന്നെ അടുത്തത് എഫിൽ എന്താ പറയുന്നത് നോക്കാം, എന്തെങ്കിലും പറയുന്നുണ്ടോ? The International Geothermal Community at the World Geothermal Congress 2000 called upon the governments of nations to make strong commitments to the development of their indigenous geothermal resources for the benefit of their own people, humanity and the environment. Oh, such a big sentence. അപ്പോൾ ഇൻ്റർനാഷണൽ ജിയോതെർമൽ കമ്മ്യൂണിറ്റി വേൾഡ് ജിയോതെർമൽ കോൺഗ്രസ് 2000 അതെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ്റ്സിനെ എല്ലാ നേഷൻസിലെ എല്ലാ ഗവൺമെൻറ്റ്സിനെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി. എന്തിനാണ്? സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. എന്തിനാണ്? ഡെവലപ്പ് ചെയ്യാനാണ് ഇൻഡിജിനസ് ജിയോതെർമൽ റിസോഴ്സസ്. അവരവരുടെ നാട്ടിലുള്ള ജിയോതെർമൽ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യാനും. അതെന്തിനാണ്? മനുഷ്യനും അതുപോലെ മനുഷ്യൻ്റെ പ്രകൃതിക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കോൺഗ്രസ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. However, several factors, എന്നിരുന്നാലും several factors are still hindering എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് എന്നുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. ഹിൻഡറിങ് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമാണ്. എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് പവർ ജനറേഷന് ഒത്തിരി സെവറൽ ഫാക്ടേഴ്സ് അതിനെ ഹിൻഡർ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ്ലി ഇറ്റ് ഹാസ് എ ലോ ഡെൻസിറ്റി ഓഫ് എനർജി. അതായത് മറ്റ് എനർജീനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് low density of energy ആണ്, which makes it unsuitable for large scale production in which, for example, over 1 lakh kilowatts need to be produced. Okay, large scale production ഇത് feasible ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. രണ്ടാമത്തത് secondly, the cost is still high when compared to today's most common source of energy production. അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതായത് ഫോസിൽ ഫ്യൂൽസ് or അറ്റോമിക് എനർജി വെച്ച് നോക്കുമ്പോഴത്തേനും കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ട്? ഒരു കൺട്രിയുടെ യൂസ് ഓഫ് ജിയോതെർമൽ പവർ ഇല്ല, ഒരു കൺട്രിയുടെ പേര് മെൻഷൻ ചെയ്തില്ല. പിന്നെ കിട്ടാത്ത ഇതാണ് പ്രോബ്ലംസ് ഓഫ് ജിയോതെർമൽ എക്സ്പ്ലോറേഷൻ.
നമ്മൾ പ്രോബ്ലംസ് കണ്ടോ? പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇവിടെ എന്തോ 2 പ്രോബ്ലംസ് ആണോ പറഞ്ഞത്? അല്ല, ഇവിടെ സെവറൽ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് ആണ് ഇതിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 2 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രോബ്ലംസ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് എവിടെയും എത്തില്ല, ഇവിടെ ഇല്ല. പിന്നെ ജിയിൽ എ ഫർദർ കൺസിഡറേഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് റിസ്ക് ഇൻവോൾവ് ഇൻ എ സക്സസ്ഫുള്ളി സെറ്റപ്പ് എ ന്യൂ ജിയോതെർമൽ പവർ പ്രൊഡക്ഷൻ ഫെസിലിറ്റി. ഓക്കെ, എമൗണ്ട് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് പ്രോബ്ലം ആകാം. The drilling that must extend 2,000 to 3,000 meter below the surface must be accurate to within a matter of just a few meter one side or the other side of the targeted location. To achieve this, extensive surveys, drilling expertise and time are needed. This is not uncommon for a project to encompass 10 years for its planning stage to the start of operation. The extent of the risk involved is clear. Okay, റിസ്ക് ഉണ്ട്. അപ്പോൾ അത് പ്രോബ്ലംസ് ആണ്, റിസ്കുകളാണ് അതിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതിന് ഏതാണ്? ജി ആണ്. ജി അല്ലേ? ഓക്കെ, ജി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തത് നമുക്ക് ഒരെണ്ണം കൂടി കിട്ടാനുണ്ട്. എ കൺട്രീസ് യൂസ് ഓഫ് ജിയോതെർമൽ പവർ. അതെവിടെയാണ് പറയുന്നത്? ഒരു കൺട്രിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അടുത്തത്, although it has long been considered a resource poor nation Japan. ഓക്കെ, ഒരു കൺട്രിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, നോക്കാം താഴെ എന്താ പറയണേന്ന്. which is thought to have about 10% of world's geothermal resources, may well have considerable advantages for tapping into geothermal power. It does have one of the longest serving power stations using geothermal energy. Okay, the station, built in 1966, pointed the way to the future when the country was affected by 2 global oil shocks in 1970s. കൺട്രി റിവൈവ് ചെയ്ത കാര്യമാണ് പറയുന്നത്. അവർക്ക് രണ്ട് ഗ്ലോബൽ ഓയിൽ ഷോക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു 1970. Now there are some 17 plants in operation throughout the country which are responsible for the total output of over ഈ ഒരു എമൗണ്ട് കിലോവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആണ്. The figure, though impressive, accounts for a mere 0.4% of Japan's total generation of electricity. Okay, ഫിഗർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു 0.4% ആണ്. 0.4% ഓഫ് ജപ്പാൻസ് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് കണ്ടത്? ഒരു കൺട്രിയുടെ കാര്യം പറഞ്ഞില്ലേ, കൺട്രിയുടെ യൂസ് ഓഫ് ജിയോതെർമൽ പവർ. ഓക്കെ, ഇവിടെ ജപ്പാൻ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചതെന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കണ്ടതും അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എച്ച് ആണ്. ഇനി അടുത്തത് നമുക്ക് യെസ് നോ നോട്ട് ഗിവൺ ആണ് ചെയ്യാനുള്ളത്. Yes, no, not given. Where is that question? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആക്സസിങ് ജിയോതെർമൽ എനർജി. ഇത് യെസ് നോ നോട്ട് ഗിവൺ ആണ്. ഈ യെസ് നോ നോട്ട് ഗിവണ് നമുക്ക് യെസ് നോ നോട്ട് ഗിവൺ തന്നെ എഴുതാൻ പറ്റുള്ളൂ, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, accessing geothermal energy at depths greater than 3 kilometers currently not possible. Okay, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? accessing geothermal energy at depths of greater than 3 kilometers currently not possible ആണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. ജിയോതെർമൽ എനർജി 30 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, 30 കിലോമീറ്റർ ആഴത്തിലേക്ക് 30 കിലോമീറ്റർ കൂടുതൽ ആഴത്തിലേക്ക് കുഴിക്കുന്നത് പോസിബിൾ അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പോസിബിൾ അല്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആകും, അതല്ല പോസിബിൾ ആണ് എന്നാണെങ്കിൽ അത് ഫോൾസ് ആകും, അല്ലെങ്കിൽ അത് നോ ആകും. അതല്ല ഇത് എങ്ങനെ കറൻ്റ്ലി ഇതിൻ്റെ പോസിബിലിറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നോട്ട് ഗിവൺ ആകും. നമുക്ക് നോക്കാമല്ലോ അവരെന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജിയോതെർമൽ പവർ റെഫേഴ്സ് ടു ദ ജനറേഷൻ അവിടെ ഇല്ല. As it is well known, if a hole were drilled deep into the earth, 30 kilometer or above പറഞ്ഞിട്ടുണ്ട് കണ്ടോ, at the depths of 30 to 50 kilometer, temperatures exceeding 1000 degrees Celsius prevail. Okay, obviously accessing such temperature would provide a wonderful source of geothermal power.
The problem is such depths are too difficult to access. Drilling down some 30 or more kilometers simply too costly with today's technology. ഇത് ക്ലിയർലി ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് കോൺട്രഡിക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇതൊരു നോയായിട്ടാണ് വരുന്നത്. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവരെ ഈ ഒരു സെൻറ്റൻസിൽ, ഈ അവസാനത്തെ സെൻറ്റൻസിൽ അവർ പറയുന്നില്ല ഇതെന്താണ്, അവർ പറയുന്നില്ല ഇത് പോസിബിൾ അല്ലെന്നല്ല പറയുന്നത്. ഇവർ പോസിബിൾ ആണ്, പക്ഷെ കോസ്റ്റ്ലി ആണ്. പോസിബിൾ ആണ്, എന്തുകൊണ്ട് കോസ്റ്റ്ലി ആണ്, അല്ല എന്തുകൊണ്ട് ഇത് ആക്സസിബിൾ ആണ്, പോസിബിൾ ആണ്, ടുഡേയ്സ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം, പക്ഷേ അത് കോസ്റ്റ്ലി ആണെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ആൻസർ നോ ആയത്. ഇനി അടുത്തത്, ദ ജനറേഷൻ ഓഫ് ജിയോതെർമൽ പവർ produces a considerable amount of byproducts. Byproducts ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ഡാമേജിങ് ടു ദി എൻവയോൺമെൻറ്റ്. ഓക്കെ, കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. കൺസിഡറബിൾ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഒത്തിരി എമൗണ്ട്, എനോമസ് എമൗണ്ട് അങ്ങനെ പറയുന്നതാണ്. ബൈ പ്രോഡക്ട്സ് അത്രയും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കൺസിഡറബിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ട്രൂ സെൻറ്റൻസ് ആവും. അതല്ല ഈ എമൗണ്ട് വളരെ കുറച്ചൊരു എമൗണ്ടാണ്, വളരെ ചെറിയൊരു എമൗണ്ടാണ് ഉണ്ടാക്കുന്നത്, നെഗ്ലിജിബിൾ എമൗണ്ട് ആണെങ്കിൽ അത് ഫോൾസ് ആകും. അതല്ല ഇതിൽ എത്ര എമൗണ്ട് ആണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണ് ഏത് ഒത്തിരി എമൗണ്ടിനെ കുറിച്ച്, അതായത് ബൈ പ്രോഡക്ട്സിൻ്റെ എമൗണ്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു നോട്ട് ഗിവൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തായാലും ഈ ഒന്നാമത്തേതിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല, രണ്ടാമത്തേതിൽ ബൈ പ്രോഡക്ട്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, മൂന്നാമത്തേതിലാണ് ബൈ പ്രോഡക്ട്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വായിച്ചായിരുന്നല്ലോ നേരത്തെ. ബോയിലർ ഉപയോഗിക്കുന്നു, വെൻ വാട്ടർ ഈസ് സർഫസ് സ്റ്റീം ഉപയോഗിക്കുന്നു, കേപ്പബിൾ ഓഫ് ഇലക്ട്രിസിറ്റി, പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ദിസ് മാനർ ഹാർഡ്ലി പ്രൊഡ്യൂസസ് എനി കാർബൺ ഡൈ ഓക്സൈഡ് ഓർ അതർ വേസ്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ദിസ് മാനർ, ഇതുപോലെ ചൂടായി കിടക്കുന്ന ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വരുന്ന സ്റ്റീം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഹാർഡ്ലി പ്രൊഡ്യൂസസ്. ഹാർഡ്ലി എന്നുള്ള വാക്കിന് മീനിങ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള, വളരെ കുറച്ച്. ഈ ഹാർഡ്ലിക്ക് പകരം ഇവിടെ മിയർലി എന്നൊരു വാക്കായിരുന്നെങ്കിൽ ഇത് കോൺട്രഡിക്റ്റ് ചെയ്താൽ, അതും വളരെ ചെറിയ എമൗണ്ടിൻ്റെ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഹാർഡ്ലി പ്രൊഡ്യൂസസ് ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഓർ അതർ വേസ്റ്റ് മെറ്റീരിയൽ. സോ നമ്മുടെ ആൻസർ ഇവിടുത്തെ ഇതും ഒരു ഫോൾസ് സെൻറ്റൻസ് ആണ്, കോൺട്രഡിക്റ്റ് ചെയ്തു. കൺസിഡറബിൾ എമൗണ്ട് അല്ല, ഹാർഡ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അടുത്തത്, The World Geothermal Congress has been able to raise money for research in this area. Okay, ഈ കോൺഗ്രസ്, വേൾഡ് ജിയോതെർമൽ കോൺഗ്രസ് റിസർച്ച് ചെയ്യാനായിട്ട് മണി റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം ഇവിടം വരെ ഒന്നും കണ്ടില്ല. പിന്നെ ഇവിടെ കോൺഗ്രസ് പറയുന്നില്ല. കോൺഗ്രസ്സിനുള്ള വാക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ട പോലെ ഉണ്ടല്ലോ, കുറേ ആൾക്കാർ കൊണ്ടുവന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ ഇവർ. കോൺഗ്രസ്, ജിയോതെർമൽ കോൺഗ്രസ്. ഓക്കെ, ഹൂസ് ഗോൾ വാസ് ടു പ്രൊമോട്ട്, ഗോളല്ല, മണി റൈസ് ചെയ്തോ. ജിയോതെർമൽ കമ്മ്യൂണിറ്റി, ദ വേൾഡ് ജിയോതെർമൽ കോൺഗ്രസ്. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റി കോൺഗ്രസ്സിൽ എന്താ പറയുന്നത്, ഒരു ഗവൺമെൻറ്റിൻ്റെ കോപ്പറേഷന് വേണ്ടി ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവർ സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഹിൻഡർ ചെയ്യുന്ന ഫാക്ടേഴ്സേ ഉള്ളൂ. അവിടെ മണി റേസ് ചെയ്തതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു നോട്ട് ഗിവൺ ആണ്. ഇനി അടുത്തത്, ജിയോതെർമൽ എനർജി ഈസ് സ്റ്റിൽ റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ടു ജനറേറ്റ്. ജിയോതെർമൽ എനർജി ഈസ് സ്റ്റിൽ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കോൺഗ്രസിൻ്റെ അവിടം വരെ വായിച്ചു, അതിന് താഴെ ആയിരിക്കും ഇത് പറയുന്നത്. സ്റ്റിൽ എക്സ്പെൻസീവ് ആണ്, അതല്ല ഇപ്പോൾ എക്സ്പെൻസീവ് അല്ല, സ്റ്റിൽ റിലേറ്റീവ്ലി എക്സ്പെൻസീവ് എന്ന് പറയുവാണെങ്കിൽ ഇത് ട്രൂ ആണ് കേട്ടോ. അതല്ല, ഇത് എക്സ്പെൻസീവ് അല്ല, ചീപ്പറായി. ഇപ്പോൾ ഒത്തിരി അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് ചീപ്പറായി എന്ന് പറയുവാണെങ്കിൽ ഇത് ഫോൾസ് ആണ്. അതല്ല, ഇത് ചീപ്പറാണോ, ഇത് എക്സ്പെൻസീവ് ആണോ എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നോട്ട് ഗിവൺ ആണ്. നമ്മൾ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടം വരെ കണ്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് ഇൻ്റർനാഷണൽ ജിയോതെർമൽ കമ്മ്യൂണിറ്റി കോൺഗ്രസ് കോൾ ചെയ്തു, ഹിൻഡർ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വായിച്ചതുപോലെയുണ്ട്. ഫസ്റ്റ്ലി, ഇറ്റ് ഹാസ് എ ലോ ഡെൻസിറ്റി ഓഫ് എനർജി ദാറ്റ് മേക്സ് ഇറ്റ്, 2 റീസൺസ് ആണ് പറയുന്നത്. സെക്കൻഡ്ലി, രണ്ടാമത്തെ കാരണം എന്താണ്, ഇതിൻ്റെ സെവറൽ ഫാക്ടേഴ്സ് ഇതിനെ ഹിൻഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ലോ ഡെൻസിറ്റി ആണ്. രണ്ടാമത്തേത് എന്താണ്, അതിൻ്റെ കോസ്റ്റ് ഈസ് സ്റ്റിൽ ഹൈ.
ഇതിപ്പോഴും ഇതിന് പൈസ കൂടുതൽ തന്നെയാണ്, കോസ്റ്റ് കൂടുതലാണ്. അതായത് നമുക്ക് വേറെയുള്ള മോഡേൺ ആയിട്ടുള്ള കോമൺ സോഴ്സ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ഉണ്ട്, ഫോസിൽ ഫ്യൂൽസ് ഉണ്ട്, അറ്റോമിക് എനർജി ഉണ്ട്. ഇതിനെയൊക്കെ അപേക്ഷിച്ച് എന്താണ് ജിയോ തെർമൽ എനർജി ഇപ്പോഴും ഹൈ കോസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടത് ശരിയാണ്, റിലേറ്റീവ്ലി എക്സ്പെൻസീവ്, കോസ്റ്റ് കൂടുതലാണ്, റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഈസ് സ്റ്റിൽ ഹൈ ആണ്. അപ്പോൾ ഇതൊരു ട്രൂ സെൻറ്റൻസ് ആണ്, അതായത് യെസ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ഇറ്റ് ക്യാൻ, നമുക്ക് യെസ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇറ്റ് ക്യാൻ ടേക്ക് എ ഡെക്കേഡ്, ഇറ്റ് ക്യാൻ ടേക്ക് എ ഡെക്കേഡ്, can take a decade to develop a single geothermal power station. It can take a decade. It can take a decade എന്ന് പറയുമ്പോൾ 10 വർഷമാണ് ഒരു ഡെക്കേഡ്. 10 years എന്നായിരിക്കും അവിടെ സിനോണിംസ് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. 10 years ആണോ എടുക്കുന്നത്? ഇവിടം വരെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്തതിൽ എ ഫർദർ കൺസിഡറേഷൻ ഇസ് ദി എമൗണ്ട് ഓഫ് റിസ്ക് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് വർഷം പറയുന്നുണ്ടോ? ഡ്രില്ലിംഗ് ദാറ്റ് മസ്റ്റ് എക്സ്റ്റെൻഡ് എത്രയോ ഇതിൽ ചെയ്യണ കാര്യം പറയണോ? a few meters one side or the other of the targeted location to achieve the extensive surveys, drilling expertise and time needed. ഓക്കെ, ഇവിടെ ടൈം ഒന്നും പറഞ്ഞില്ല. ഒരു ഡെക്കേഡ് 10 വർഷം കൊണ്ട് അത് ബിൽഡ് ചെയ്യാമെന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് അൺകോമൺ ഫോർ എ പ്രോജക്റ്റ് ടു എൻകംബസ് 10 years for its planning stage to the start of operations. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 10 വർഷം. പക്ഷേ ഇവിടെ ഇതൊന്ന് നോക്കട്ടെ. ഇറ്റ് ഈസ് നോട്ട് അൺകോമൺ ഫോർ എ പ്രോജക്റ്റ് ടു എൻകംപാസ് 10 years ഫോർ ഇറ്റ്സ് പ്ലാനിങ് സ്റ്റേജ് ടു ദ സ്റ്റാർട്ട് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് അൺകോമൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അൺകോമൺ. ഇറ്റ് ഈസ് നോട്ട് എന്ന് പറയുന്നത് ഓൾവേസ് ഒരു നെഗറ്റീവ് ഫോമാണ്. അൺകോമൺ എന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് ഉണ്ട്. കോമണിൻ്റെ ഓപ്പോസിറ്റല്ല അൺകോമൺ. അപ്പോൾ 2 നെഗറ്റീവ്സ് വരുമ്പോൾ ഇത് പോസിറ്റീവാണ്. അതായത് ഇതിൻ്റെ മീനിങ് ഇറ്റ് ഈസ് കോമൺ എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് അൺകോമൺ എന്നുള്ളതിൻ്റെ മീനിങ് ഇറ്റ് ഈസ് കോമൺ ഫോർ എ പ്രോജക്റ്റ്. ഇറ്റ് ഈസ് കോമൺ ഫോർ എ പ്രോജക്റ്റ് ടു എൻകംപാസ് എന്ന് പറയുന്നത് 10 വർഷം എടുക്കുന്നു. ആ ഒരു സമയം അതുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആ സമയം. എൻകംപാസ് 10 years ഫോർ പ്ലാനിങ് സ്റ്റേജ് ടു ദി സ്റ്റാർട്ട് ഓഫ് ഓപ്പറേഷൻ. ഐ തിങ്ക് ഇതാണ് 10 years എന്ന് പറയുന്നത് ഒരു ഡെക്കേഡാണ്. അപ്പം നമ്മൾ ഡെക്കേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 years എന്ന് ഞാൻ പറഞ്ഞത് ഇവരിത് ഈ നമ്പറിൽ നിന്നുള്ളത് അവർ വേർഡ്സിലേക്ക് മാറ്റി 10 years. അപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് കാണുകയില്ല. അപ്പോൾ ഇതൊരു യെസ് സെൻറ്റൻസ് ആണ്. യെസ്. ഓക്കെ, പിന്നെ അടുത്തത് ജപ്പാൻ ഈസ് കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് 1/4 ഓഫ് ഇറ്റ്സ് എനർജി നീഡ്സ് യൂസിങ് ജിയോതെർമൽ എനർജി. ഓക്കെ, ജപ്പാൻ ഉണ്ടാക്കുന്ന എനർജിയിൽ നിന്ന് അവിടുത്തെ ആളുകൾക്ക് ഒരു 1/4 ഓഫ് ഇറ്റ്സ് എനർജി, ആളുകൾ 1/4 ഓഫ് ഇറ്റ്സ് എനർജി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 1/4 എന്ന് പറയുമ്പോൾ 1/4 പോർഷൻ അല്ലെങ്കിൽ 1/4 അല്ലെങ്കിൽ 25%, ഓൾമോസ്റ്റ് ഒരു 25% ആളുകൾക്ക് ഇത് 25% ഓഫ് എനർജി ജിയോതെർമൽ എനർജി മുഖേന ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ജപ്പാൻ നമ്മളിവിടെ കണ്ടിരുന്നു. എവിടെയാണ് ജപ്പാൻ? ഇവിടെയാണ് ജപ്പാനെ കണ്ടത്. എല്ലാം മാറി പോകും. ജപ്പാൻ. ഓക്കെ, ജപ്പാൻ്റെ കാര്യം പറഞ്ഞു. വിച്ച് ഈസ് തോട്ട് ടു ഹാവ് അബൌട്ട് 10% ഓഫ് വേൾഡ്സ് ജിയോതെർമൽ റിസോഴ്സസ് മേ well have considerable advantages for tapping into geothermal power. It does have one of the longest serving power stations using geothermal energy. The station, built in 1966, pointed the way to the future when the country was affected by ഈ ജപ്പാൻ ഇങ്ങനെ റിവൈവ് ചെയ്തെന്നുള്ള കാര്യം പറയുന്നു. Now there are 17 plants in operation throughout the country which are responsible for total output of ഇത്രയും കിലോ വാട്ട് ഉണ്ടാക്കുന്നുണ്ട്. ദിസ് ഫിഗർ ദോ ഇംപ്രസീവ് അക്കൗണ്ട്സ് ഫോർ എ മിയർ 0.4% ഓഫ് ജപ്പാൻസ് ടോട്ടൽ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്തു. ഇവിടെ എത്രയാണ്? ഇവിടെ 1/4 ആണോ? അല്ല, ഇവിടെ 0.4% ഉണ്ടാക്കുന്നുള്ളൂ. എ മിയർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് ആണ്. എ മിയർ 0.4%. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ കോൺട്രഡിക്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ഫോൾസ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു നോ സെൻറ്റൻസ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ദ ഫ്യൂച്ചർ ഓഫ് ജിയോതെർമൽ എനർജി. ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിക്ലൈൻ ഓഫ് ഫോസിൽ ഫ്യൂൽ റിസോഴ്സസ്. ഓക്കെ, ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫോസിൽ ഫ്യൂൽസിൻ്റെ റിസോഴ്സസ് കുറയുന്നതിനനുസരിച്ചാണ്. നമുക്കിവിടെ ഫോസിൽ ഫ്യൂൽ എനർജിയുടെ എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചറാണ് നമുക്ക് വേണ്ടത്. ദ ഫർദർ പ്രോഗ്രസ് നീഡ് ടു ബി ഇത് ആസ് ലോങ് ആസ് കോസ്റ്റ് റിമെയിൻ ഹൈ ആയിരിക്കുന്നതുകൊണ്ട് geothermal energy will struggle to match with the efficiency of existing power sources. Okay,
Further research or innovation in the field as well as government support need to propel the geothermal energy towards its promising future. Promising future-ലേക്ക് ഗവൺമെൻറ്റും എല്ലാ സപ്പോർട്ടും വേണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടതുപോലെ ഡിക്ലൈൻ ഓഫ് ഫോസിൽ ഫ്യൂൽ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ റിസോഴ്സിൻ്റെ ഡിക്ലൈൻ കൊണ്ട് ആകരുത്. ഡിക്ലൈൻ ആകുന്നത് കൊണ്ട് ഫ്യൂച്ചർ ഓഫ് ജിയോതെർമൽ എനർജി ഉണ്ടാവരുത്, അത് ഫ്ലോറിഷ് ആകുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നോട്ട് ഗിവൺ സെൻറ്റൻസ് ആണ്. നമ്മൾ കണ്ടില്ല ഒരു പ്രത്യേകിച്ച് ഫോസിൽ ഫ്യൂവലിൻ്റെ ഡിക്ലൈൻ അതോടുകൂടി ഇവിടെ ജിയോതെർമൽ എനർജിയുടെ ഫ്യൂച്ചർ ഫ്ലോറിഷ് ആകുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു നോട്ട് ഗിവൺ സെൻറ്റൻസ് ആണ്. അത്രയേ ഉള്ളൂ. താങ്ക് യു.